വമ്പിച്ചാടായ വിൽപ്പനയും തോപ്പിച്ചിപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. പ്രശസ്ത സിംഗപ്പൂർ ശില്പിയായ ഗസ്റ്റോ ഗൽബോർഡ് ഗോണോസ്കിയുടെ മനോഹരമായ കരവിരുതിന്റെ അത്ഭുതകരമായ മാൻഡ്രേക്കിന്റെ പ്രതിമ. കടന്നു വരൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നു വരൂ. കണ്ടില്ലേ, ഏതോ താങ്കളുടെ വീട്ടിലെ കാരണവരാ വട്ട് പിടിക്കുന്ന തോന്നെ. നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. എന്താ സാർ വേണ്ടത്? ആ പാവ വേണം. ഇതും സാർ ഈ പ്രതിമ തരട്ടെ സാർ. സന്തോഷമായി ഏറ്റുവാക്കണം സാർ. ഇഷ്ടമുള്ള തന്നാൽ മതി സാർ. വേണ്ട, 2 രൂപ എത്രയായി? ഇത് 35 രൂപയെ. 35? ഒരു 10 രൂപ വരട്ടെ. 10 ഈ പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം സാർ. ഒന്നും തരണ്ട സാർ. വേണ്ട സാർ, നല്ല പ്രതിമയാണ് സാർ. വേണ്ടെന്ന് അറിയില്ലേ? സാർ നല്ല പ്രതിമയാണ് സാർ. നല്ല മൊട്ടത്തല. വമ്പിച്ചാടായ വിൽപ്പനയും. കടന്നു വരൂ. പ്രശസ്ത പേര് മറന്നുപോയല്ലോ. സിംഗപ്പൂർ ശില്പിയായ ഗ്ലാസ്നോസ് കുളിനോസ്കി നിർമ്മിച്ച ഈ പ്രതിമ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ. കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ആർക്കും വേണ്ട മുതലാളി. ആർക്കും വേണ്ട ഈ പ്രതിമ. ഒരു പൈസയും തരണ്ട. വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട. ഒഴിവാക്കി തരൂ പ്ലീസ്. മുതലാളി, വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുതലാളിയുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. പട്ടി? എന്റെ പട്ടികളെ പറയുന്നോടാ? എന്നെ പട്ടിയെന്ന് വിളിച്ച് എല്ലാം ചുരുട്ടി എടുക്കട്ടെ. എടുക്ക. മുതലാളി, മൊട്ടയടിച്ച ഒരു ഒഴിയാ ബാധയെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കാനുണ്ടെന്ന് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മിണ്ടാരിയോ. ഈ സാധനം കൈ കിട്ടിയപ്പോഴേ ഈ കാലക്കേടാ. ഇതും കൊണ്ട് നീ വീട്ടിനകത്തോട്ട് കയറിയാൽ എന്റെ നായ്ക്കൾക്ക് എന്തെങ്കിലും മുതലാളി, നായ്ക്കൾ കോറസായിട്ട് ഓരിയിടുന്നുണ്ടല്ലോ. ഈശ്വര, എന്റെ സംശയം ശരിയായിരുന്നു. ഇതിലുള്ള ബാധയെ കണ്ടിട്ടാണ് ഓരിയിടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? പ്രതിമയ്ക്ക് ബാധ ഓതിരോ മണ്ണാങ്കട്ട, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്. സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ. ഒരാളി രണ്ടും കൽപ്പിച്ച് വീട്ടിനകത്തോട്ട് കയറിയട്ടെ. പട്ടികൾ ചാവാണ് ഞാൻ കുഴിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ചോളാം. ഉപ്പിലിടുന്നു? ഉപ്പിനകത്ത് ചകിക്കൊള്ളുന്ന വർത്തമാനം പറയലടോ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ എന്റെ വിശ്വസ്ത സേവകനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തീർച്ചയായും അനുസരിക്കും. നേരും നിറയും കൂറുമുള്ള ഒരു തൊഴിലാളിയുടെ കടമയല്ലേ അത്? എന്നാൽ നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. മുതലാളി, പട്ടികളെ രക്ഷിക്കാൻ പട്ടിണി പാവമായി പണിക്കാരനിട്ട് തന്നെ പാര പണിയണം. മുതലാളി, നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞത്? എന്തെന്താ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞുടാ. പറഞ്ഞു. എന്നാലും ഇത്ര അനുഭവിച്ച സ്ഥിതിക്ക് ഇതിനെ എനിക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലല്ലേ മുതലാളിയെ വിട്ട് ബാധ എന്നോടൊപ്പം പോരത്തുള്ളൂ. നിനക്ക് സന്തോഷമുണ്ടായാൽ ഇത് സ്വീകരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. തീർച്ചയായും ഇല്ല. പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചിലപ്പോ വന്നാലോ? ബുദ്ധിമുട്ടാ. എന്നാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചു നോക്ക്. വരണമെങ്കിൽ വരട്ടെ. നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ. ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. റഷ്യയിൽ ആരോ പറഞ്ഞതുപോലെ മുതലാളിയുടെ സന്തോഷമാണ് തൊഴിലാളിയുടെ സന്തോഷം. ഇനിയിപ്പോ ഇവിടെ ഈ വാടക വീട്ടിൽ ഒറ്റത്തടിയായി കഴിയുന്ന എന്റെ സന്തോഷം ദുഃഖമായാലെന്ത്? പിന്നെ ഭാര്യ, അവക്ക് ജീവിക്കാനുള്ളതുണ്ട്. നിനക്കും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട്, എന്റെ പണമുണ്ട്, എന്റെ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഈ ഓമനക്കുട്ടൻ തെളിയിക്കും മുതലാളി. നീ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് തെളിയിക്കാൻ ശ്രമിക്കണ്ട. വീട്ടിൽ പോയിക്കോ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അയ്യോ, നാളെ വരണ്ട, മറ്റൊന്നും വരണ്ട. ഇപ്പൊ ബാധ നിന്റെ കൂടെയാ. ഇനി നീ ഓടിക്കുന്ന വണ്ടി ആക്സിഡന്റ് ആവും. ഞാൻ ഇനി വേറെ ഡ്രൈവറെ വെച്ചോളാം. അപ്പൊ മുതലാളി എനിക്ക് പണം തന്നെ സന്തോഷിപ്പിച്ചത്? തന്ന പണം പിരിഞ്ഞു പോകാൻ അലവൻസ്. ഇത് ചതിയാണ്, കൊടും ചതി. മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച എന്നോട് ഇത് വേണ്ടായിരുന്നു. നിന്റെ ഇന്ന് മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം ഇത് സ്വീകരിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നീ ജോലിക്ക് വന്നോളൂ. എനിക്കൊരു വിരോധമില്ല. എന്റെ പട്ടി വരും. എന്നാൽ നിന്നേക്കാൾ സ്നേഹത്തോടെ ഞാൻ അതിനെ വളർത്തും. മുതലാളി ആലോചിച്ചിട്ടാണ് പറയുന്നത്. ആലോചിച്ചിട്ട് എന്നാ പറയുന്നത്? സത്യമാണോ? ഈ മാരണം കൈ വന്നതോടുകൂടി എന്റെ പണി തീർന്നു. ദൈവമേ, വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്തെങ്കിലും ഒരു പോംവഴി കാണണം. എന്ത് പോംവഴി?
ആര് കൊച്ചുവർക്ക് ചായനോ? ഞാൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി. എന്തൊക്കെയുണ്ട് അച്ഛായ വിശേഷങ്ങള്? ദുബായിൽ നിന്ന് ജോസ് അച്ഛന്റെ വൈഫിന് എഴുതാറുണ്ടോ? ദേവന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. 5 മാസമായി വാടക വന്നിട്ട്. ഒന്നിൽ വാടക തരണം, അല്ലെങ്കിൽ ഇറങ്ങി തരണം. അച്ഛന്റെ തനി സ്വഭാവം കാണിക്കരുത് കേട്ടോ. നാളെ തന്നെ 5 മാസത്തെ വാടക അച്ഛൻ ഒന്നിച്ച് തന്നേക്കാം. മുതലാളിയോട് 2 മാസത്തെ ശമ്പളം ഞാൻ മുൻകൂർ തരാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസമില്ലെങ്കിൽ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചാട്ടെ. വിറ്റാൽ നല്ല വില കിട്ടും. എനിക്കിത് വിൽക്കാനും വാങ്ങാനൊന്നും സമയമില്ല. വാടക കാശായിട്ട് വന്നാൽ മതി. അച്ഛൻ ഇതിന്റെ മൂല്യം അറിയില്ല. 500 വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു കോലാതിരിയുടെ പ്രതിമയാണിത്. രാജകുലോത്തുംഗമംഗ കോലാതിരി. 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും പ്രതിമ എനിക്ക് വേണ്ട. ആ പ്ലാൻ മനസ്സിരിക്കട്ടെ, വർക്കിയോട് വേണ്ട. എന്നെ തെറ്റിദ്ധരിക്കുന്ന സങ്കടമുണ്ട്. ഇത് പ്ലാനോ പദ്ധതിയോ ഒന്നുമല്ല. കുറെ കാലമായി കൊച്ചുവർക്കി ചായാലും ഒരു ശില്പ സമ്മാനമായി തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നാണ് അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായത്. ഇത് വാങ്ങണം, ഷോക്കേസിൽ വെക്കാം അച്ഛന്റെ സ്മാരകമായിട്ട്. ദയവ് ഇത് വേണ്ടെന്ന് പറയരുത്. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. മൊട്ടത്തലയാണെങ്കിലും മുഖലക്ഷണമുണ്ട്. ഉണ്ടുണ്ട്. പുണ്യാളന്റെ പ്രതിമ അല്ല. അല്ലല്ല. പക്ഷെ കണ്ണുകൾക്ക് നല്ല ജീവൻ. തത്തച്ചുണ്ട മൂക്ക്, ഇരട്ട താടി. എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണമുണ്ട്. ഏതായാലും നീങ്ങുക. തല പൊട്ടിയെന്നാ തോന്നുന്നത്. മാവിന്റെ കൊമ്പ. നല്ല നിമിത്തം. ഇതാണ് പ്രതിമ വാങ്ങിക്കാൻ പറ്റിയ സന്ദർഭം. പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂ. വാങ്ങാൻ കൈ നീട്ടിയതേ ഉള്ളൂ, തല പോയി. ഏത് കുരങ്ങന്റെ പ്രതിമയാണത്? അവലക്ഷണം. ഒരു സിദ്ധന്റെയാ. ആരുടെ ആയാലും കൊള്ളാം. കാശുമില്ല, തലയും പോയി. ഇനി തള വിടാൻ വൈദ്യുതി തപ്പണം. അതിനുള്ള പണം താൻ തരണം. നാളെ ഞാൻ വരും. കൊണ്ടുപോടാ. എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ? കുറിച്ച് നോക്കുന്നുണ്ടല്ലേ? മനുഷ്യത്വമില്ലാത്ത പിശാച്.